കേരള നിയമസഭ ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരും പ്രതികളും തമ്മിലുള്ള ഒത്തുകളി ഓരോന്നായി പുറത്തു വരുമ്പോൾ നാണം കെട്ടു നിൽക്കുന്ന പിണറായി സർക്കാരിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഭക്തജനങ്ങളെ വഞ്ചിക്കുകയും സ്വർണ്ണക്കള്ളന്മാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ദേവസ്വം മന്ത്രി രാജിവെക്കാതെ പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു പ്രതിപക്ഷം. സഭയ്ക്കകത്ത് പ്രതിഷേധം ആളിപ്പടരുമ്പോൾ മന്ത്രിമാർക്ക് മറുപടിയില്ലാത്ത അവസ്ഥയാണുണ്ടായത്. പ്രതിപക്ഷത്തിന് വേണ്ടി ആഞ്ഞടിച്ച കെ ബാബു MLA-യുടെ വാക്കുകൾ പിണറായി സർക്കാരിന്റെ നെഞ്ച് തകർക്കുന്നതായിരുന്നു. തന്ത്രിയെ 40 ദിവസം ജയിലിലിട്ട ക്രൂരതയ്ക്ക് വിശ്വാസികളോട് മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് കൂട്ടുനിൽക്കാത്തതിനുള്ള പ്രതികാരം തീർക്കുകയാണോ സർക്കാർ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ മറുപടിയില്ലാതെ ഭരണപക്ഷം ഉഴലുകയായിരുന്നു. സർക്കാരിന്റെ ബോധപൂർവമായ വീഴ്ചകൾ കാരണമാണ് സ്വർണ്ണക്കൊള്ളയിലെ പ്രതികൾ നിഷ്പ്രയാസം ഊരിപ്പോകുന്നത്. അഴിമതി ആരോപണങ്ങളിൽ മറുപടി നൽകാൻ കഴിയാതെ വന്നതോടെ വിഷയം വഴിതിരിച്ചു വിടാനാണ് മന്ത്രി പി രാജീവ് ശ്രമിച്ചത്. പ്രിയങ്ക ഗാന്ധിക്കെതിരെയുള്ള പരാമർശങ്ങളും വയനാട് ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കവും സർക്കാരിന്റെ ഗതികേടാണ് വെളിപ്പെടുത്തുന്നത്. സ്വർണ്ണക്കൊള്ളയിലെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി പുറത്തു പോകണം എന്ന ആവശ്യവുമായി ബാനറുകളും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. സ്പീക്കർ പോലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും അഴിമതി വീരന്മാർക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന പ്രഖ്യാപനവുമായി സമരം സഭയ്ക്ക് പുറത്തേക്കും വ്യാപിപ്പിക്കുകയാണ് UDF ചെയ്തത്. നമുക്ക് സഭയുടെ ആവേശകരമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം, അതുപോലെ തന്നെ SIT മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനാവശ്യ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമ്മേളനം ആരംഭിച്ച സമയം മുതൽ സഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ സഭയുമായി ഗവൺമെന്റുമായി നിസ്സഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അത് തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സാർ, ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ പറഞ്ഞപ്പോൾ ഞങ്ങൾ തന്ത്രിയുടെ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. സാർ, ഞങ്ങൾ ഞങ്ങളുടേതായി ഒന്നും പറഞ്ഞിട്ടില്ല. കോടതി പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. സാർ, കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി പറയാം. സാർ, കോടതി പറഞ്ഞത്, കൊല്ലം വിജിലൻസ് കോടതി പറഞ്ഞത്, വെരി ഇമ്പോർട്ടൻ്റ്ലി there is nothing on record for the matter, not even an iota of evidence from the side of the special investigation team to establish any positive involvement on the part of the petitioner in the alleged irregularities. Yes. Not even an iota of evidence എന്നാണ് കോടതി ഉപയോഗിച്ചത്. അത് തന്നെയാണ് മലയാളത്തിൽ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളേതായി ഒന്നും പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ സാർ, ഈ തന്ത്രിക്ക് പ്രത്യേക പരിഗണന വേണമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. കോടതി അദ്ദേഹത്തെ സ്വാഭാവിക ജാമ്യത്തിൽ വിട്ടപ്പോ ആ കാര്യം, കോടതി പറഞ്ഞ കാര്യം ഞങ്ങൾ പരാമർശിച്ചു, അത്രയേ ഉള്ളൂ. സാർ, അതുകൊണ്ട് തന്നെയാണ് തെളിവിന്റെ കണിക പോലും ഇല്ലാതെ ഒരു വ്യക്തിയെ ജയിലിലിടുന്നത് നിയമവിരുദ്ധമാകുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞത്. സാർ, ഈ തന്ത്രിയെ 40 ദിവസം അനാവശ്യമായി ജയിലിലടച്ചതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? ഈ ഗവൺമെന്റ് സംസ്ഥാനത്തെ ജനങ്ങളോട്, വിശ്വാസികളോട് ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. ആ ഉത്തരം ഗവൺമെന്റ് പറയാൻ സാധിക്കുമോ? സാർ, അതോടൊപ്പം തന്നെ സാർ, ഇതിന്റെ ഒപ്പം തന്നെ ജയിലിൽ കിടന്ന ആളുകളെല്ലാം 90 ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിപ്പോന്നു. മിക്കവാറും എല്ലാവരും തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ ഇറങ്ങിപ്പോരുന്ന പോലെ ഇറങ്ങിപ്പോരുകയാണ് ഉണ്ടായത്. ഗവൺമെന്റ് വീഴ്ച കൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. സാർ, അതുപോലെ തന്നെ ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്. 2024 ഫേക്ക് അർജൻസി ഉണ്ടാക്കി ചെന്നൈയിലേക്ക് ശില്പങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന്. അപ്പൊ അതിനകത്ത് ഇന്നത്തെ മന്ത്രിക്കും അതുപോലെ ദേവസ്വം ബോർഡിനും ഈ കാര്യത്തിൽ ഉത്തരവാദിത്വം ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. സാർ, അതുപോലെ CPM നേതാക്കന്മാരുൾപ്പെടെ ജയിലിലായപ്പോ ഗവൺമെന്റുമായി ആചാര ലംഘനത്തിന്റെ കാര്യത്തിലും യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിലും സഹകരിച്ചില്ല. ഗവൺമെന്റ് നിലപാടിന് എതിരായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതിന്റെ പകപോക്കലാണ് തന്ത്രിക്ക് നേരെ പ്രയോഗിച്ചത് എന്നുള്ള ആക്ഷേപമുണ്ട്. സാർ, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം, അതുപോലെ തന്നെ SIT-യിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് സഭ അവസാനിക്കുന്ന ദിവസമാണ്. സാർ, ഈ മന്ത്രി രാജിവെച്ചാൽ എത്ര സ്മൂത്തായി ഈ മന്ത്രിസഭ കൊണ്ടുപോകും. ഈ സഭാ സമ്മേളനം നമുക്ക്
അവസാനിപ്പിച്ച് പോകാൻ സാധിക്കും. അതല്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഒഴിവാക്കിയാൽ പോരെ. ഏതായാലും ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം. സാർ, ഇന്നലെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറഞ്ഞപ്പോ ആസാം PCC പ്രസിഡന്റ് ഭൂപൻ കുമാർ ബോറ BJP ചേർന്ന് ഇവിടെ പറഞ്ഞു. അദ്ദേഹം അതിൽ ദുഃഖം പ്രകടിപ്പിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹം ആ പറഞ്ഞതിനോട് ഞങ്ങൾക്ക് യോജിപ്പാണ്. സാർ, അതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം മനസ്സിലാക്കാതെ പോയ കാര്യം, അവിടെ അദ്ദേഹം തിരിച്ചു വന്നു എന്നാണ് ഇപ്പോ ലേറ്റസ്റ്റ് വാർത്ത. അതെ, പക്ഷെ ഇന്നലെ പത്രത്തിലൊരു വാർത്ത വന്നു. ഭൂപൻ കുമാർ CPM-ന്റെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഡയമണ്ട് ഹാർബർ നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു. അവിടുത്തെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം CPM വിട്ട് തൃണമൂലിൽ ചേർന്നു. BJP-യെ നേരിടാൻ CPM-ന് സാധ്യമല്ല. സാർ, ഞങ്ങൾ ഈ സഭാ നടപടികളിൽ സഹകരിക്കും എന്നൊരിക്കൽ കൂടി അറിയിക്കും. ഞങ്ങൾ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളെല്ലാം നിശബ്ദമായി ഇവിടെ കേട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളും കേൾക്കാനുള്ള പ്രാഥമികമായ മര്യാദ അദ്ദേഹം ഇപ്പോ സഭയിൽ 2 ദിവസമായി ലീഡ് ചെയ്യുകയാണ് പ്രതിപക്ഷത്തെ. അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സഭ ശ്രദ്ധാപൂർവം കേട്ടതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ അങ്ങയുടെ അനുയായികൾക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കും നന്നായിരിക്കും. സാർ, ഏതെങ്കിലും ഒരു ആരോപണവും ഉന്നയിച്ച് ഈ ഗവൺമെന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിന് വേണ്ടി ധൈര്യമില്ലാത്തവരാണ് സാർ. സാർ, അതുകൊണ്ട് ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ കാട്ടുകള്ളന്മാർ എങ്ങനെ പോയി എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർ വിശദീകരിക്കുമെന്നാണ് സാർ ഞാൻ നോക്കുന്നത്. സാർ, അതുപോലെ തന്നെ സാർ കോടതിയല്ലേ സാർ ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്? കോടതിയല്ലേ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്? അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണുള്ളത് സാർ? ഇവർക്ക് എന്തുകൊണ്ട് ഈ കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷനെതിരായി മറ്റു ഉയർന്ന കോടതിയിൽ പോകുന്നതിന് വേണ്ടി ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയേണ്ടത് സാർ. ചോദ്യോത്തരം സഹകരിക്കണം പ്ലീസ്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. പ്ലീസ് ഒന്ന് ഈ ലാസ്റ്റ് സെഷൻ അല്ല. പ്ലീസ് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ചോദ്യോത്തരവുമായി പ്രതിപക്ഷം സഹകരിക്കാത്ത പക്ഷത്തിൽ ചോദ്യോത്തരം റദ്ദ് ചെയ്തിരിക്കുന്നു. ഉത്തരത്തിൽ തിരുത്ത്. ഓർഡർ 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിൽ 8/10/2025